ഈ സാങ്കേതികവിദ്യ ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ രാജ്യത്ത് ഒരു യുവാവല്ല ഒന്നിലേറെ യുവാക്കൾ UAPA പ്രകാരം തടവിലാക്കപ്പെട്ടിരിക്കുകയാണ്. അതിലൊന്ന് ഷർജിൽ ഇമാമാണ്. നമുക്കറിയാം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഷർജിൽ ഇമാം തടവറയിലാക്കപ്പെട്ടിട്ട് 5 വർഷത്തിലേറെയായി. അപ്പോൾ രാജ്യദ്രോഹം അടക്കം നിരവധി കേസുകൾ. ഏറ്റവും അവസാനം ഡൽഹി ഹൈക്കോടതി കേസ് പരിഗണിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് ജാമ്യം കൊടുക്കാൻ അല്ലെങ്കിൽ ഈ UAPA നിയമം അല്ലെങ്കിൽ പ്രസംഗിക്കുന്നതിനുള്ള ജാമ്യം നൽകാതിരിക്കാനുള്ള കാരണമാണോ എന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഞാനിപ്പോൾ ഷർജിൽ ഇമാമിനെ കുറിച്ച് വായിക്കുകയാണ്. അയാൾക്ക് ആകെ 70 തവണയിലധികമായുള്ള ജാമ്യ ഹർജി കോടതികൾ മാറ്റിവെച്ചു എന്ന് കാണണം. 70 തവണ. അപ്പോൾ അയാൾക്കെതിരെയുള്ള ചാർജുമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 3 മാസത്തിനകം തീർപ്പ് കൽപ്പിക്കേണ്ട ജാമ്യ ഹർജി ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ ഇട്ട് വലിക്കുകയാണ്. സുപ്രീം കോടതി പോയി ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരാളുടെ ജാമ്യ ഹർജി ഇങ്ങനെ ഇട്ട് നീട്ടിക്കൊണ്ടു പോകുന്നു. നിയമത്തിൽ ചട്ടത്തിൽ കീഴ്വഴക്കങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്ന സമയത്തേക്കാൾ മറികടന്ന് ഇത് പോവുകയും നിരന്തരമായി ലാഗ് സംഭവിക്കുകയും ചെയ്യുകയാണ്. സുപ്രീം കോടതി പറഞ്ഞു ജാമ്യത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം വൈകരുത് എന്ന് മാത്രം പറഞ്ഞു. വേറൊന്നും കോടതി പറഞ്ഞില്ല. ജാമ്യം വൈകരുതെന്നുള്ളൊരു കേവലമായ പ്രസ്താവന നടത്തി കോടതി അത് ഒഴിവാക്കി ഹൈക്കോടതി കിടക്കുകയാണ്. അപ്പോൾ ഈ ഷർജിൽ ഇമാം ആരാണെന്ന് പരിശോധിക്കണം. അയാൾ ഒരു ബീഹാറി സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ്, പഠിത്തത്തിൽ അസാമാന്യമായ മികവ് പ്രകടിപ്പിച്ചിട്ടുള്ള ആൾ, എല്ലാ എക്സാമുകളിലും അപ്പോൾ അത്രയും 100% തൊട്ടടുത്ത് മാർക്ക്. എന്തുകൊണ്ട് 100% കിട്ടിയില്ല എന്ന് അത്ഭുതപ്പെട്ട് ഇയാളുടെ അധ്യാപകർ പേപ്പറുകൾ തിരിച്ചയച്ച കഥയൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. അങ്ങനെ ഒരാൾ പലതവണ യൂറോപ്പ് സന്ദർശിക്കുകയും കുടുംബം യൂറോപ്പിൽ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിച്ച് സ്വന്തമായിട്ട് ജീവിതം സെറ്റിൽ ചെയ്യുമെന്ന് പലതവണ ഉപദേശിച്ച ഒരു യുവാവാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ JNUവിൽ വരുന്നു. അതൊന്നും പുള്ളി അതിനോട് സെറ്റായിട്ടില്ല. ഒരുപാട് അസമത്വങ്ങൾ നിരന്തരമായി കാണുകയും ഭയങ്കരമായ ഇസ്ലാമോഫോബിയ സമൂഹത്തിൽ പടർന്നിരിക്കുകയാണെന്നൊരു ഡിസ്റ്റർബ്ഡായ ഒരു യുവാവായിരുന്നു. അപ്പോൾ അദ്ദേഹം അസ്വസ്ഥനായ ഒരു യുവാവായിരുന്നു. അദ്ദേഹം JNUവിൽ വരുന്നു, ഐസയിൽ ചേരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി സ്വന്തം കോമ്രേഡ്സിനെ പോലും വലിയ തോതിൽ ഇസ്ലാമോഫോബിയ പിടികൂടിയിട്ടുണ്ട്. ശരിക്കും മുസ്ലിം സൊസൈറ്റി എന്താണെന്നും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും മനസ്സിലാക്കുന്നതിൽ സഖാക്കൾക്ക് പോലും പ്രശ്നമുണ്ട് എന്നുള്ള പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് ഐസ വിടുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം ഈ പറയുന്ന ഇത്തരം സോഷ്യൽ കോസുകൾക്ക് ഇടപെടുന്നു. ഫൈനലി ഈ പ്രശ്നത്തിൽ വന്ന് പ്രസംഗിക്കുന്നു. അതിൻ്റെ പേരിൽ പിടിച്ച് ജയിലിലിടുന്നു. 5 വർഷം കഴിയുന്നു. 5 വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ ഈ കേസിനകത്ത് ജാമ്യം എന്നത് ആലോചിക്കുന്നില്ല. സെഷൻസ് കോടതി അതിനെ കുറ്റവിമുക്തനാക്കിയതാണ്. അതിനുശേഷമാണ് ഹൈക്കോടതി ആ കുറ്റവിമുക്തി എല്ലാം റദ്ദ് ചെയ്തുകൊണ്ട് കൂട്ടം ചേരാനുള്ള അവകാശം പരിമിതമാണെന്നും എല്ലായ്പ്പോഴും കൂട്ടം ചേരാനും തോന്നിയതെല്ലാം പ്രസംഗിക്കാനും കഴിയില്ല എന്നൊക്കെ ഉള്ള കുറേ വാചകങ്ങൾ എഴുതി വെച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തെ അക്യൂറ്റ് ചെയ്തിട്ടുള്ള കേസ് റദ്ദാക്കി കളഞ്ഞിട്ട് വീണ്ടും അദ്ദേഹത്തെ പ്രതി ചേർക്കുകയും ചെയ്യുന്നത്. 5 വർഷമായി ജയിലിൽ കിടക്കുന്നു. അപ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം, വേറെ ഏതെങ്കിലുമൊക്കെ ഒരു രാജ്യത്തായിരുന്നെങ്കിൽ ഇത്രയും അക്കാദമിക് മികവുള്ള, ഇത്രയും പൗരാവകാശ ബോധമുള്ള, ഇത്രയും രാഷ്ട്രീയം സംസാരിക്കുന്ന മനുഷ്യർക്കാണെങ്കിൽ എങ്ങനെയായിരിക്കും സെലിബ്രേറ്റ് ചെയ്യപ്പെടുക? എങ്ങനെയായിരിക്കും ഒരു രാജ്യത്ത് അംഗീകരിക്കപ്പെടുക? നമ്മുടെ രാജ്യത്ത് മാത്രം അക്കാഡമിഷ്യന്മാർ, അതായത് അവരുടെ ജീവിതം കൊണ്ട് അവരുടെ കോൺട്രിബ്യൂഷൻ കൊണ്ട് മഹത്തരമായ സ്പേസിൽ നിൽക്കുന്ന ആൾക്കാർ, അവരെയൊക്കെ നമ്മളിവിടെ ജയിലിട്ടിരിക്കുകയാണ്. വേറെ പല രാജ്യത്തുമായിരുന്നെങ്കിൽ അവർ ഈ രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട മനുഷ്യരാണ്. ഞാൻ ആലോചിക്കാറുണ്ട്, ഇതിന് മുമ്പുണ്ടായിരുന്ന കാലത്തൊക്കെ നമ്മൾ നമ്മുടെ ലീഡേഴ്സിനെ കുറിച്ചൊക്കെ, പൂർവ്വപിതാക്കന്മാരെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നുണ്ട്. ഇപ്പോഴത്തെ ഗവൺമെൻറ് ആയിരുന്നു അതിൽ പല ആൾക്കാരും ജയിലിൽ കിടന്നതിനെ. അന്നത്തെ കാലത്ത് ഇപ്പോൾ അംബേദ്കർക്ക് ഇപ്പോൾ ജീവിച്ചിട്ട് ഉറപ്പായിട്ടും അദ്ദേഹം ജയിലിൽ കിടന്നെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം ഒരുപാട് സാമൂഹ്യ പരിഷ്കരണ കാര്യങ്ങൾ സംസാരിക്കുകയും ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾക്കും ഗവൺമെൻറ് നയസമയങ്ങൾക്കെതിരെ സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അന്നും അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ലീഡർഷിപ്പിനെതിരെ പോലും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഇന്നാണെങ്കിൽ അദ്ദേഹത്തിന് ഉറപ്പായും എന്തെങ്കിലും പ്രധാനമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചെന്നോ വല്ലതും പറഞ്ഞ പോലെ UAPA കേസ് വിട്ട് അദ്ദേഹത്ത് കളഞ്ഞു. അപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം, രാജ്യത്ത് അത്രയും പൊളിറ്റിക്കലി ബ്രൈറ്റ് ആയിട്ടുള്ള, അക്കാഡമിക്കലി ഭയങ്കരമായി ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പിടിച്ച് ജയിലിലിട്ട് തീർത്ത് കളയുക എന്ന് പറഞ്ഞൊരു സമീപനം സ്വീകരിച്ചിരുന്ന ഒരു ഭരണകൂടത്തിൻ്റെ കാലത്ത് ജീവിക്കുമ്പോൾ ഇത് സ്വാഭാവികമാണ്. പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ സുകേഷ് പറഞ്ഞ പോലെ UAPA കേസ് എങ്ങനെയാണ്, ഒരു പ്രസംഗം നടത്തിയെന്നുള്ള UAPA കേസ് എങ്ങനെ എടുക്കും, കലാപത്തിന് കാരണം ഇവരാണ് എന്ന് ഇങ്ങനെ പറയാൻ കഴിയുമെന്ന് കോടതി തന്നെ ചോദിക്കുകയാണ്. അതേ തിങ്കിങ് ഉള്ള, നിയമപരമായ അതേ ആലോചനയുള്ള കോടതികളുടെ കുരുക്കിലാണ് ഇപ്പോഴും ആ മനുഷ്യൻ കിടക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഇതിനകത്തെല്ലാം പരിഹാരം എവിടെ നിന്നാണ് വരേണ്ടത്? നമ്മുടെ കോടതികളാണ് ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കേണ്ടത്. അന്യായമായ ഒരാൾ ജയിലിൽ കിടന്നാൽ, ഇന്നിപ്പോൾ നോക്കൂ, ഈ പറയുന്ന നമ്മൾ ആദ്യം സംസാരിച്ചില്ലേ ചെന്താമര ജയിലിൽ കിടക്കുന്ന സമയത്ത് ജാമ്യം കൊടുക്കും, പോലീസ് എതിർക്കുകയാണ്. പക്ഷേ കോടതി പറയുന്നതാണ്, കോടതിയെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ജാമ്യം അവകാശമാണ്, ജാമ്യം കൊടുക്കേണ്ടതുണ്ടെന്ന് കോടതി കരുതുന്നു. ഇതിനു മുമ്പുള്ള ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസിൽ എന്താണ് വലിയ വാദം ഉന്നയിച്ചെങ്കിലും കോടതി ജാമ്യമാണ് അവകാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ജാമ്യം അനുവദിക്കുന്നത്. അപ്പോൾ ജാമ്യം അവകാശമാണ് എന്ന അടിസ്ഥാന നിയമസംഹിതയെക്കുറിച്ച് അറിയാത്തവരല്ല കോടതി ഇരിക്കുന്നത്. പക്ഷേ കോടതി ചില പ്രത്യേക കേസുകൾ, അതും ഭരണകൂടത്തിന് താല്പര്യമുള്ള കേസുകൾ എന്തുകൊണ്ടാണ് കോടതിയിൽ നിരന്തരമായി ഇങ്ങനെ നീട്ടിവെക്കപ്പെടുന്നത്? 70 തവണ ഒരാളുടെ ജാമ്യാപേക്ഷ നീട്ടിവെക്കുക, ഇത് നേരെ ഉമർ ഖാലിദിൻ്റെ കാര്യം നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഭരണകൂടത്തിൻ്റെ താല്പര്യത്തിനൊപ്പിച്ച് ഫ്രെയിം ചെയ്യുന്ന കേസുകൾ കോടതിയിലും അങ്ങനെ നീണ്ടേ പോവുക, നിരന്തരമായി നീതി നീട്ടിവെക്കപ്പെടുന്നത് ഈ സമൂഹത്തിനകത്ത് മനുഷ്യർക്ക് എന്ത് പ്രത്യാശയാണ് കൊടുക്കുക?
കടുത്ത നിരാശ കൊടുക്കും. എല്ലാത്തിനും അവസാനം ഏറ്റവും അടിത്തട്ടുകാരൻ ഓടി അണയാൻ കോടതിയുണ്ടെന്നാണ് നമ്മളൊക്കെ പഠിച്ചേക്കുന്നത്. അതേ കോടതിയും ഈ സമീപകാലത്തെ പ്രധാനപ്പെട്ട സംഗതികളിലൊക്കെ തന്നെയും ഇത്തരം തീരുമാനങ്ങൾ എടുത്തു പോകുന്നത് വലിയ തോതിലുള്ള നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരു പുതിയ തലമുറയോട് പ്രത്യേകിച്ചും ഒരു ഭരണകൂടം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു സമീപനം ഷർജിൽ അടക്കമുള്ള ആൾക്കാരോട് എടുത്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. ഈ സുപ്രീം കോടതി പരാമർശത്തെ തുടർന്നിട്ടാണ് നവംബറിലെ ഡൽഹി കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഫെബ്രുവരിയിലേക്ക് വീണ്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ജാമ്യം കൊടുക്കാവുന്ന കേസുകളിൽ പോലും പരമാവധി 2.5 വർഷത്തോളമാണ് ഈ ജാമ്യ ഹർജി പരിഗണിച്ചിട്ട് കണ്ടിരുന്നത്. പരമാവധി കോടതികൾ ജാമ്യം വൈകിപ്പിക്കുകയാണ്. അതിന് എതിർവാദങ്ങൾ ഉന്നയിക്കുകയാണ് ഡൽഹി പോലീസും. അപ്പോൾ ഇതൊരു ഷർജിൽ ഇമാമിൻ്റെ മാത്രം കാര്യമല്ല, നമ്മളതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ളത്. 2014 ശേഷം നമ്മുടെ ജുഡീഷ്യറിയിലുണ്ടായ മാറ്റങ്ങളുടെ ഏറ്റവും ദൃശ്യമായ, ഏറ്റവും കാണാൻ കഴിയുന്ന ഒരു ഉദാഹരണമാണ് ഈ പൗരത്വ പ്രക്ഷോഭ കേസ്. ജുഡീഷ്യറിയുടെ മാത്രമല്ല, പോലീസിൻ്റെയും ജുഡീഷ്യറിയുടെയും എല്ലാം ഈ നീതി വ്യവസ്ഥയെ തലകുത്തി നിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ 2020 മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്താണ് ഡൽഹി കലാപം നമുക്കറിയാം. ഡൽഹി കലാപത്തിന് മുമ്പ് പൗരത്വ പ്രക്ഷോഭം നടക്കുന്നു. പൗരത്വ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യം മുഴുവൻ പ്രക്ഷോഭം നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു എപ്പിസെൻറ്ററായിട്ട് ഡൽഹി മാറി എന്നുള്ളത് ശരിയാണ്. അവിടെ അവരെന്താണ് പ്രസംഗിച്ചത്? പൗരത്വ നിയമം പിൻവലിക്കുക എന്നാണ് പ്രസംഗിച്ചത്. അപ്പോൾ ഷർജിൽ ഇമാമിനെതിരെയുള്ള കുറ്റം എന്താണ്? ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം, ബീരാൻ ഹൈദർ, അങ്ങനെ നിരവധി സോഷ്യൽ സ്റ്റുഡൻസ് ആക്ടിവിസ്റ്റുകൾ ഈ പൗരത്വ പ്രക്ഷോഭത്തിൽ പങ്കാളികളാണ്. അതിൽ ഷർജിൽ ഇമാം സവിശേഷമായിട്ട് പ്രസംഗിച്ചെന്താണ്? അതായത് ഷർജിൽ ഇമാം ബീഹാറിൽ നിന്നുള്ള ആളാണ്. NRC അതുപോലെ CAA നിയമങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സംസ്ഥാനം അസമാണ്. അസമിലുള്ള ജനങ്ങൾ എന്ത് ചെയ്യണം? ഈ സിലിഗുരി ഏരിയ ഉണ്ട്, ബംഗാളിനെ അസമിനെ വേർതിരിക്കുന്ന ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഒരു ജിയോഗ്രഫി ഉണ്ട്. അത് ബ്ലോക്ക് ചെയ്ത് അസമിലേക്ക് ഒരാളെയും പ്രവേശിപ്പിക്കരുത്. സാധാരണ സമരരംഗത്തുള്ളവർ പ്രസംഗിക്കുന്നൊരു പ്രസംഗമാണ്. അതിനെയാണ് എന്ത് ചെയ്യുന്നത്? സെഡീഷൻ ലോ ചാർത്തിക്കൊണ്ട് അത് രാജ്യദ്രോഹ പ്രസംഗമാണെന്ന് ഡൽഹി പോലീസ് വ്യാഖ്യാനിക്കുന്നത്. പിന്നെ ചക്കാജാം എന്ന് പറയുന്ന റോഡ് ഉപരോധിക്കുന്ന സമരരീതിയുണ്ട്. അതൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതാണ് രാജ്യദ്രോഹ കുറ്റമായിട്ട് ഇദ്ദേഹത്തിനെതിരെ ചാർത്തിയിട്ടുള്ള കുറ്റം. അപ്പോൾ ഇതിനെക്കുറിച്ച് ജസ്റ്റിസ് മാർക്കണ്ഡേയ ജഡ്ജ് അന്ന് തന്നെ ഈ കേസ് വരുന്ന 2020 ഫെബ്രുവരിയിൽ ഈ കേസ് വരുമ്പോൾ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ രീതിയെ പിന്തുണയ്ക്കുന്നില്ല, പക്ഷേ അദ്ദേഹം ഒരു കുറ്റം ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല. ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയാണ് അത് പറയുന്നത്. അദ്ദേഹം എന്തെങ്കിലും ഒരു കുറ്റം ഒഫൻസ് ചെയ്തതായി ഞാൻ കാണുന്നില്ല. പക്ഷേ അദ്ദേഹം പ്രസംഗിച്ച രീതിയിൽ ഞാൻ പിന്തുണയ്ക്കുന്നില്ല. ഒരു കുറ്റമല്ല, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരു കുറ്റമേ അല്ല എന്ന് പ്രഥമ ദൃഷ്ട്യാ കോടതികൾക്കും എല്ലാവർക്കും ബോധ്യപ്പെടും. ആ പ്രസംഗത്തിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഡൽഹി പോലീസ് എന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ ലാർജർ കോൺസ്പിറസി ഓഫ് ഡൽഹി റൈറ്റ്സിലേക്ക് ഷർജിൽ ഇമാമിനെയും ഉമർ ഖാലിദിനെയൊക്കെ ചേർക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഈ ലാർജർ കോൺസ്പിറസി? ലാർജർ കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ കലാപം ഉണ്ടായി. ആ കലാപം അവർക്കെതിരെയായിരുന്നു. പൗരത്വ പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗങ്ങൾക്കെതിരായ കലാപമായിരുന്നു അത്. പൗരത്വ നിയമം ആരെയാണോ ബാധിക്കുന്നത് ആ ജനവിഭാഗങ്ങളെ കൊല്ലുന്ന ഒരു കലാപമാണ് ഡൽഹിയിൽ നടന്നത്. അപ്പോൾ ഈ കലാപം ഇൻസ്റ്റിഗേറ്റ് ചെയ്തവരാണ് നമ്മൾ കണ്ടതാണ് ടെലിവിഷനിൽ. ഗോലി മാരോ സാലോങ്കോ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചൊരു ഇപ്പോഴത്തെ ഒരു കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ കേന്ദ്രമന്ത്രിമാർ കപിൽ മിശ്രയെ പോലുള്ള BJP നേതാക്കളാണ് ഈ കലാപം ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ഈ സമരക്കാരെ ഒഴിപ്പിച്ചില്ലെങ്കിൽ അൾട്ടിമേറ്റം കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാരും ഡൽഹി അഡ്മിനിസ്ട്രേഷനും. ഞങ്ങൾ തോക്കെടുത്ത് വെടിവെക്കുമെന്ന് പറഞ്ഞത് BJP നേതാക്കളാണ്. അതായത് കലാപം ഇൻസ്റ്റിഗേറ്റ് ചെയ്ത ആളുകൾക്കെതിരെ ഒരു കേസുമില്ല. പകരം ഈ സമരം നടത്തിയ ആളുകൾക്കെതിരെ ഡൽഹിയറായിട്ട് ലാർജർ കോൺസ്പിറസി കേസിൽ പങ്കാളികളാക്കി ജയിലിലടയ്ക്കുന്നു. വർഷങ്ങളായി 5 വർഷത്തോളമായി പലരും ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു കേസാണിത് എന്ന് ദിവസവും പത്രം വായിക്കുന്ന ജഡ്ജിമാർക്ക് അറിയാമല്ലോ. ഇത് കേസ് എന്താണെന്ന് അവരും ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുകയില്ല, ഇതെന്താ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അവരുടെ മുമ്പിലേക്കാണ് എന്ത് വരുന്നത്? ജാമ്യ ഹർജികൾ വരുന്നത്. ഈ ജാമ്യ ഹർജി വരുമ്പോൾ അവർ എന്താണ് പ്രതികരിക്കുന്നത്? എന്താണോ ഭരണകൂടം ഇഷ്ടപ്പെടുന്ന ആ രീതിയിൽ അവരെ ജാമ്യ ഹർജി തള്ളുന്നു, മാറ്റിവെക്കുന്നു. അപ്പോൾ നമ്മുടെ ജുഡീഷ്യറിയെ തലകുത്തി നിർത്തിയ, നമ്മുടെ നീതി വ്യവസ്ഥയെ തലകുത്തി നിർത്തിയ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ഡൽഹി റൈറ്റ് കേസിലെ ഈ ലാർജർ കോൺസ്പിറസി കേസുകൾ. ഒരു കുറ്റം ചെയ്യാത്ത നിരപരാധികളെ പിടിച്ച് അകത്തിട്ടേക്കുക, അതേ കുറ്റം ചെയ്ത ആളുകളെ പിടിച്ച് മന്ത്രിമാരോ കേന്ദ്രമന്ത്രിമാരായിട്ടോ ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പക്ഷേ ഇനി അത് തിരുത്തപ്പെടുമോ എന്ന് വെച്ചാൽ നമുക്കറിയില്ല. നമ്മുടെ ജുഡീഷ്യറി അത്രമാത്രം മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന സുപ്രീം കോടതി ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജോലി ചെയ്ത ജസ്റ്റിസ് മുരളീധർ ഉണ്ട്. അപ്പോൾ ഇതിന് മറന്നുകൂടാ. ഈ ഡൽഹി റൈറ്റ് കേസുകളിൽ വളരെ നിർണായകമായ നിരീക്ഷണം നടത്തുകയും ഇടപെടുകയും ചെയ്തൊരു ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് മുരളീധർ. അദ്ദേഹം ജഡ്ജിയായി വിരമിച്ച ശേഷം അഭിഭാഷകനായി കോട്ടിട്ടുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പോയിരിക്കുകയാണ്. അതെന്തിനാണെന്നുകൂടി ആലോചിച്ചാൽ നമ്മുടെ ജുഡീഷ്യറി എത്രമാത്രം വലിയ ഭീഷണിയിലാണ് എന്ന് മനസ്സിലാവും. സാധാരണ രീതിയിൽ ഒരു അത്രയും ഹൈ പൊസിഷനിലിരിക്കുന്ന ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാൾ പിന്നീട് അത് കഴിഞ്ഞാൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് ചെയ്യുക.
അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കാൻ തയ്യാറല്ല. അദ്ദേഹം നമ്മുടെ നാടിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഭിഭാഷക വേഷം ധരിച്ച് കോടതിയിൽ വാദിക്കാൻ പോവുകയാണ്. അങ്ങനെ പോയിട്ടുള്ള മുമ്പ് ജഡ്ജിമാർ പോയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പോക്ക് അതുകൊണ്ടല്ല, അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ ജുഡീഷ്യറി നേരിടുന്ന പ്രശ്നം. നമ്മുടെ ജുഡീഷ്യറി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ മതി. ഡൽഹി റൈറ്റ് കേസുകളിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാൽ ആളുകൾക്ക് മനസ്സിലാവും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഡൽഹി റൈറ്റ് കേസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യത്ത് ആംനസ്റ്റി ഇൻ്റർനാഷണൽ പോലുള്ള മനുഷ്യാവകാശ സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഡൽഹി റൈറ്റ് കേസിന് ശേഷം നാം കാണേണ്ടത് അവയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ആംനസ്റ്റി ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിച്ചു. അപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പാർലമെൻറ്റ്, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് ഇത് മാത്രം പോരാ, ഒരു ഉയർന്ന തരത്തിലുള്ള ഒരു സിവിൽ സൊസൈറ്റി ആവശ്യമാണ്. 2014 മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യം ചെയ്ത പണി ഈ സിവിൽ സൊസൈറ്റിയെ പിടിച്ച് ജയിലിടുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഡൽഹി റൈറ്റ് കേസിൽ ഇപ്പോൾ കിടക്കുന്ന നിരപരാധികൾക്ക് വേണ്ടി രാജ്യത്ത് സംസാരിക്കാൻ ആളില്ല. ആരായിരുന്നു ഉണ്ടായിരുന്നത്? അവരെയൊക്കെ പിടിച്ച് ആദ്യമേ 2017 ഭീമ കൊറേഗാവ് കേസിൽ പിടിച്ച് അകത്തിട്ടു. അവരൊക്കെ ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി പുറത്തു നിൽക്കുകയാണ്. അവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനൊരു ഭരണകൂടത്തെ വിമർശിക്കുന്ന, മനുഷ്യാവകാശത്തിന് വേണ്ടി സംസാരിക്കുന്ന, ഭരണഘടനയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ശബ്ദങ്ങളെ മുഴുവൻ വായടപ്പിച്ചിട്ട് നമ്മളിപ്പോൾ പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രസി എന്നാണ്. അതിലും വലിയ തമാശ പറയുന്നില്ല. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രസി എന്നാണ് നമ്മൾ അവകാശപ്പെടുന്ന അടുത്ത ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഫെബ്രുവരിയിൽ ഷർജിൽ ഇമാമിന് ജാമ്യം കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇതോടെ ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്.